പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 5-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വഴി ഞാനും എൻ്റെ കുടുംബവും നമ്മുടെ ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രവും 16-ാം തീയതി നടക്കാൻ പോകുന്ന താമസിച്ചുള്ള ധ്യാനത്തെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളോടൊപ്പം ബഥേൽ മാതാവിൻ്റെ ഫാമിലിയാണല്ലോ ഈ ദൈവമക്കളെല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്തവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവരും വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മക്കളെല്ലാം അങ്ങയുടെ കുടുംബത്തിലെ മക്കളാണല്ലോ കർത്താവെ. എൻ്റെ ഈശോയെ, 5-ാം ദിനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങേക്കറിയാലോ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ. ഈശോയെ, ഞങ്ങളുടെ ബ്രദറിനെയും ജോസ് തോമസ് ബ്രദറിനെയും വൈദികരെയും ടീം മെമ്പേഴ്സിനെയും ധ്യാനകേന്ദ്രത്തെയും ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ കപ്പേളയുടെ വർക്കും അതിനാവശ്യമായ സമ്പത്തും അതിനാവശ്യമായ പ്രാർത്ഥനയും ആവശ്യമായ രൂപങ്ങളെല്ലാം തന്നനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേക്കറിയാലോ ഞങ്ങളുടെ വ്യക്തിപരമായ 2 ആവശ്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ എളിയദാസനായ ജോസ് തോമസ് ബ്രദറിലൂടെ അങ്ങാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അസാധ്യമായ കാര്യം 2 കാര്യം ചോദിക്കാൻ ഇതാ കർത്താവേ, ഞങ്ങളത് ചോദിക്കുന്നു ഞങ്ങളത് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ നിയോഗങ്ങൾ, ആ 2 നിയോഗങ്ങൾ അത്ഭുതകരമായ രീതിയിൽ ഇപ്പം തന്നെ നടത്തണേ കർത്താവേ. ഞങ്ങളുടെ നിയോഗം 43 ദിവസത്തേക്കുള്ള നിയോഗ പ്രാർത്ഥന ഞങ്ങൾ തുടരുകയാണ്. ദൈവം സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തെയും ഞങ്ങളുടെ എളിയദാസനായ ജോസ് തോമസ് ബ്രദറിനെയും കുടുംബത്തെയും വരാൻ പോണ ധ്യാനങ്ങളെയും പണിതുകൊണ്ടിരിക്കുന്ന കപ്പകളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 മിനിറ്റ് ബ്രദറിനും ധ്യാനകേന്ദ്രത്തിനും വരാൻ പോണ ധ്യാനങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾക്കും 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ സമയം കണ്ടെത്തി 1 അവർ പ്രയർ, ആ 1 അവർ പ്രയറിന് ബൈബിൾ വായിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ആ ജവമലയെല്ലാം കരുണക്കൊന്ത ചെല്ലാം. യെസ്, നമ്മൾ ഒരു വേറെ ലെവലിലേക്ക് വരും. നീ നിൻ്റെ കുടുംബവും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ മത്സ്യബന്ധനങ്ങളുണ്ട്, ഈ മക്കളുടെ വ്യാപാരങ്ങളുണ്ട്, ഈ മക്കളുടെ ബിസിനസ്സുണ്ട്, ഈ മക്കളുടെ പഠനമുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്. സർവശക്തനായ ദൈവമേ, ഇവരുടെ പ്രവർത്തനങ്ങളെ സകലതും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കും ഈ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വികാരിയച്ഛനുണ്ട്, ഞങ്ങളുടെ സിസ്റ്റേഴ്സുണ്ട്, ഈ ബഥേൽ മാതാവിൻ്റെ ടീമുണ്ട്. കർത്താവേ, ഈ ലോകത്തും സ്വർഗത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുകയാണ്. ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന 2 നിയോഗങ്ങളും അത്ഭുതകരമായ രീതിയിൽ നടത്തി തരണമേ. അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യമായ 2 കാര്യം ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ടീമിന് വേണ്ടി ബഥേൽ മാതാവിൻ്റെ കുടുംബം, ബഥേൽ മാതാവിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സായ മക്കളും എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഇപ്പം തന്നെ ഒരു അത്ഭുതം നടത്തണമേ. അവരുടെ പഠനങ്ങളുടെ മേൽ, അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ, അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ കടഭാരാവസ്ഥയിൽ കർത്താവേ, എത്രയോ മക്കൾക്ക് അക്കൗണ്ടിൽ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ആവശ്യത്തിന് പണം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം തന്നെ സമ്പത്തും ആത്മീയതയും കൊടുത്ത് അനുഗ്രഹിക്കണമേ, സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദൈവമക്കളെ അവിടെ നിന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് മക്കളെയും വാട്സപ്പ് ഗ്രൂപ്പ് മക്കളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ബഥേൽ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ വേഴ്സൽമയാമേ. ഈശോയുടെ മക്കളെ, ഇത് 5-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ്. 43 ദിവസത്തേക്കുള്ള നിയോഗ പ്രാർത്ഥനയാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾക്ക് ഇന്നായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നത്. സാരമില്ല, നിങ്ങൾ 41 ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി, ബഥേൽ മാതാവിൻ്റെ കുടുംബത്തോട് ചേർന്ന്. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.